ഇപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു ഭാഗത്തിൻ്റെ വലിയ കയ്യടികൾ കിട്ടും. ഒരു അജണ്ടയാണ്. ഇപ്പോൾ മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിൽ ദാവൂദ് സാർ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാവുമോ? കാരണം ഇവരിങ്ങനെ താത്വികമായിട്ട് ചില കാര്യങ്ങൾ അങ്ങ് അവലോകിച്ച് കളയും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഏത് പക്ഷത്താണോ നിൽക്കുന്നത് അതിനകത്ത് മറ്റേ പാണ്ഡിതുരാണ്ണൻ ദിലീപ് ഇംഗ്ലീഷ് പറയുമ്പോൾ കൈയടിക്കുന്ന പോലെ കുറേയധികം ആളുകൾ വന്ന് കൈയടിക്കുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത ചർച്ചകളാണ് ഇതിൽ പലതും. വളരെ ഈസി ആയിട്ട് എല്ലാ ആളുകൾക്കും ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മുടെ പക്ഷത്തിന് വേണ്ടി നന്നായിട്ട് ഒന്ന് പൊതിയുക എന്നുള്ളതല്ലാതെ ഈ ലെഫ്റ്റ് ലിബറൽ ഇൻ്റലക്ച്വലുകൾക്ക് വേറെ വലിയ കാര്യമായിട്ടുള്ള പരിപാടി നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ചരിത്രം അങ്ങനെ ഏത് രാജ്യത്തെയാണോ അത് ബാധിക്കാൻ പോകുന്നത് ആ രാജ്യത്തെ പറ്റിയുള്ള ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ സമൂഹത്തിലുണ്ടാകാം. US-ഉം മറ്റ് ഇമ്പീരിയൽ ഫോഴ്സുകളും ഇറാനിൽ ഇപ്പോൾ ഇത്തരം ഇന്റർവെൻഷൻ നടത്തുമ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആളുകൾ ആന്റി ഇമ്പീരിയൽ നയങ്ങൾ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ സമയം ഇറാനിനകത്തുള്ള സ്ത്രീകളെ പറ്റി സംസാരിക്കുക എന്നതാണ്. നിങ്ങൾ അവരുടെ ചുവടുകൾ പിടിക്കാനാണോ അതോ ആന്റി ഇമ്പീരിയൽ നയങ്ങൾ എടുക്കാനാണോ നിങ്ങൾ തയ്യാറാവുന്നത് ആളുകളോട് പറയുന്നത് എന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം മനസ്സിലായിട്ടില്ല. എന്നാലും മൊത്തത്തിൽ ആ ഒരു വീഡിയോയുടെ ഉദ്ദേശം മനസ്സിലായതുകൊണ്ടും മുൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കുറേയധികം ആളുകൾ ഈ ഒരു മറുപടി വീഡിയോ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടും പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണയായിട്ടുള്ള ഒരു റിയാക്ഷൻ ലെവലിലേക്കൊന്നും ഇത് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് കണക്കുകളൊക്കെ എടുത്ത് വെച്ച് നിരത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് നമുക്ക് കാലം കഴിക്കാനായിട്ടുള്ള സ്റ്റഫ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഡിസ്കഷൻ ഉണ്ടാകുന്ന സമയത്ത് പതിവ് ക്ലീഷേ പരിപാടിയാണ് ഈ എലീറ്റ് ഇൻ്റലക്ച്വൽസിൻ്റെ ലെഫ്റ്റ് എലീറ്റ് ഇൻ്റലക്ച്വൽസിൻ്റെ പതിവ് ക്ലീഷേ പരിപാടിയാണ് ഈ സാമ്രാജ്യത്വം, ഇമ്പീരിയലിസം, അല്ലെങ്കിൽ കടന്നുകയറ്റം, അധിനിവേശം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു പരിപാടി. അപ്പോൾ അതിനകത്ത് വളരെ സിമ്പിളാണ്, അതിൻ്റെ ഒരു ലോജിക്ക് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാനൊരു രാജ്യത്തിൻ്റെ അധിപനാണെന്ന് വിചാരിക്കുക, ഞാനിവിടുത്തെ ഒരു സ്വേച്ഛാധിപതിയാണ്, ഞാനൊരു മതരാഷ്ട്രമാണ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നാൽ മതരാഷ്ട്രത്തിൽ ബാക്കിയുള്ള മതവിശ്വാസികൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ള ഒരാൾ. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന സമയത്ത് തോന്നി, അപ്പുറത്തുള്ള രാജ്യം അത് പണ്ട് എൻ്റെ സ്ഥലമായിരുന്നു എന്ന് ഇങ്ങനെയൊക്കെ ചരിത്ര രേഖകളുണ്ട്. അവരിപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ രാജ്യത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ മോട്ടറാക്കി പറയുകയാണ്, നമുക്കവരെ കീഴടക്കാം, അവരില്ലാതാവണം, ആ ഒരു വംശം തന്നെ ഇല്ലാതാവണം. അതേപോലെ തന്നെ ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങണം. കേൾക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ പരമോന്നത നേതാവായിട്ടുള്ള മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന എന്നിലേക്ക് ആളുകൾ വല്ലാതെ ആകർഷിക്കപ്പെടും. ലോകത്ത് മുഴുവനായിട്ടും എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും വലിയ സന്തോഷമൊക്കെ തോന്നും. പക്ഷേ ഇത് കേട്ട ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യക്കാരന് അത്ര വലിയ സന്തോഷം തോന്നില്ല. അവനപ്പം നയപരമായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും നമുക്കെതിരെ പ്രതിരോധം തീർക്കാനായിട്ട് ശ്രമിക്കും. അവനെപ്പോഴും ആ ഒരു പേടിയിലായിരിക്കും. അപ്പോൾ അവൻ്റെ പ്രതിരോധത്തെ നമുക്ക് സാമ്രാജ്യത്വമായിട്ട് നോക്കി കാണണോ വേണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ ഈസിയാണ്. ലെഫ്റ്റ് ലിബറൽസിന് ഉത്തരം വളരെ ഈസിയാണ്. ആരാണോ ദാരിദ്ര്യത്തിൽ കിടക്കുന്നത്, ആരാണോ താഴ്ന്നു നിൽക്കുന്നത്, ആരാണോ ന്യൂനപക്ഷം എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലേക്കുള്ളത്, അതിപ്പം അവിടുത്തെ ഭൂരിപക്ഷമായിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ഇൻ്റലക്ച്വൽസിൻ്റെ നാട്ടിൽ ന്യൂനപക്ഷം എന്ന് കരുതിക്കൊണ്ടിരുന്ന ആളുകൾ ആരാണോ അവർ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും അവർ വീക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അവരുടെ അധിനിവേശ മെൻറ്റാലിറ്റികളോ മത അധിനിവേശത്തെക്കുറിച്ചിട്ട് ഇവർ സംസാരിക്കില്ല. അവർ വളരെ ഈസി ആയിട്ട് പറയും, ആർക്കാണോ കാശുള്ളത് അവൻ സാമ്രാജ്യത്വം, അപ്പോൾ അവൻ പ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല, അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്, അവൻ നല്ല വിദ്യാഭ്യാസം നേടിയവനാണ്, അവൻ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നവനാണ്, അവൻ കാശുള്ളവനാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അധിനിവേശക്കാരൻ തന്നെ, അവൻ വംശഹത്യക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിടും. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന സംഗതികളാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് മുന്നോട്ടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞ ഒരു ആർഗ്യുമെൻറ്റ്, നിങ്ങൾ ഏത് പക്ഷത്താണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യമൊക്കെ നിങ്ങൾ പറയുന്നത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം നമ്മൾ ആരും പറഞ്ഞതൊന്നുമല്ല. ആയത്തുള്ള അലി ഖമേനിയ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. അപ്പം കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ട് മതരാഷ്ട്രത്തിൻ്റെ തലവനായിട്ടിരിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള മതവിശ്വാസികൾക്കൊന്നും സ്വാതന്ത്ര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നല്ല ഒരു സ്വേച്ഛാധിപതിയായിട്ട് പോകുന്ന സമയത്ത് ആ നാട്ടിൽ ഒത്തിരിയധികം ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ എപ്പോഴും വാർത്തകളിൽ ഈ പറയുന്ന ലിബറൽസ് അടക്കം ചർച്ച ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ കൊല്ലപ്പെട്ട സമയത്ത് പുള്ളി ഒരു വലിയ പോരാളിയായിട്ടും പുള്ളി ഒരു വലിയ മിടുക്കനായിട്ടും പുള്ളിയെ പ്രേമിക്കുന്നതായിട്ടും ഒക്കെ കുറേയധികം ആളുകൾ വലിയ പോസ്റ്റുകളൊക്കെ എഴുതി. അതിനെ വിമർശിച്ച സമയത്ത്, അതിനെ പരിഹസിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്ത, നമ്മളെ അത് പറയിപ്പിച്ച മറ്റൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു.
കാരണം ആ ഒരു നാട്ടിലെ തന്നെ ഭൂരിപക്ഷം ആളുകൾ ആ ഒരു മരണത്തോട് കാണിച്ച ഒരു സന്തോഷ മനോഭാവം അവരാഘോഷിക്കുമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ മറ്റേ ആ ഒരു സാമ്രാജ്യത്വം മറ്റേ സംഗതികൾ അതെടുത്തിട്ട് വന്നിട്ട് വലിയ കാര്യമുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾക്ക് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ റിലേറ്റബിൾ അല്ല, ആളുകൾക്ക് റിലേറ്റബിൾ അല്ല. ഇപ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ ചുമ്മാ നമ്മളുടെ ആ ഒരു പൊസിഷൻ, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ട്, അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബേസ്ലെസ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഞാൻ കുറച്ച് ബാക്കിയുള്ള ആളുകളുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഞാൻ എടുത്തു വെക്കുകയാണ്. ഇതിൽ ഓൾമോസ്റ്റ് കവർ ആവേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോയിൽ അത്രയൊക്കെ കവർ ചെയ്തിട്ടുള്ളൂ. ഇറാൻ ഒരു നരകമാണ് എന്ന് പറയുന്ന നറേറ്റീവ് വരുമ്പോൾ ഇല്ല, ഇറാൻ ഇന്ത്യയെ പോലെ തന്നെ കൊളോണിയലിസം നേരിട്ട ഒരു രാജ്യമാണെന്നും ഇന്ത്യയെ പോലെ തന്നെ ഇറാനിലും സ്ത്രീകൾ പ്രശ്നങ്ങളും ഗുണങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റ് അത്ര സൂപ്പർ ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേട്ട ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇറാന് നരകമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇറാൻ നരകമാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നമ്മൾ ഇതിന് മുൻപ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യം വരുന്ന സമയത്ത് മറ്റേ കാണപ്പടം പഠിച്ച സാധനം പറയുന്ന സമയത്ത് അതത് മാറ്റി പറയേണ്ടി വരും. അപ്പോൾ ഇറാൻ നരകമൊന്നുമല്ല, ഇന്ത്യയൊക്കെ പോലെ തന്നെ ഉള്ള ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിന് കുറേയും കൂടെ സാധ്യതകളുണ്ട്. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. നമ്മുടെ നിയമ സംവിധാനത്തിൽ, നമ്മുടെ ഭരണഘടനയിൽ വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത്ര ഉദ്ദേശിച്ചുള്ളൂ. പുള്ളി തന്നെയാണ് ഇന്ത്യയെ ഇറാനായിട്ട് കണക്ട് ചെയ്തത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പുള്ളി നേരത്തെ കണക്കുകൾക്ക് കൗണ്ടർ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ആർഗ്യുമെന്റ്. ഒരു മറുപടി വീഡിയോ ചെയ്യുമ്പോൾ ആ പറഞ്ഞ ആർഗ്യുമെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കി വീഡിയോ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഒരിക്കലും ഇന്ത്യയും ഇറാനും കമ്പയർ ചെയ്തിട്ട് ഇതാണ് ബെറ്റർ എന്നൊരു അനാലിസിസ് നമ്മൾ നടത്തിയിട്ടില്ല. നമ്മൾ ഒരു ആർഗ്യുമെന്റ് വെക്കുന്ന സമയത്ത് അത് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് വെക്കണം. മേ ബി നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും വലിയ സംഭവമായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യാം, ഈ ഒരു നാട്ടിലുള്ള എന്നെപ്പോലുള്ള ഒരാൾക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായ കാര്യത്തിന് ഞാൻ മറുപടി നൽകി. നമ്മൾ ഇറാനും ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്തില്ല, നമ്മൾ ബെറ്റർ ആണെന്ന് പറഞ്ഞു വെച്ചില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അതല്ല, അതിൻ്റെ ഉദ്ദേശശുദ്ധി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ പൊതിച്ചിലാണ്, നിങ്ങളതൊരു കവറായിട്ട് പൊതിഞ്ഞാണ്. ഒരു ലിബറൽ നറേറ്റീവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറാനിലുള്ള ആ ഒരു കാര്യങ്ങളെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി അതിനകത്ത് ഇത്തിരി വെള്ളം ചേർക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇറാനിൽ അത്ര വലിയ പ്രശ്നമൊന്നും ആരോപിക്കപ്പെടേണ്ടതില്ല, കാരണം ഇന്ത്യയിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആർഗ്യുമെൻറ്റിന് ഇപ്പോഴും അപ്പോഴും ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ എക്സിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു ഗുണപരമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് നമുക്കിതിനെ കണക്കിലെടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഗ്ലോബൽ സൗത്തിൽ ഇമ്പീരിയലിസവും കൊളോണിയലിസവും നേരിട്ട ഏതൊരു രാജ്യം പോലെയും ഇറാനും പലതരത്തിലുള്ള കോൺട്രഡിക്ഷൻസും വൈരുദ്ധ്യങ്ങളും നേരിടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സമൂഹം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പോലെ തന്നെ ഇറാനും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നതാണ് പറഞ്ഞത്. അതിൽ ചില കാര്യങ്ങളിൽ ഇറാൻ നമ്മളെക്കാളും ബെറ്ററാണ്, ചില കാര്യങ്ങളിൽ ഇറാൻ നമ്മളെക്കാളും മോശമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു കമ്പാരിസൺ അല്ല തരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് കമ്പയർ ചെയ്തതല്ലേ, അദ്ദേഹം കൊണ്ടുവരുന്ന ഡേറ്റകളുടെ പ്രശ്നം എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. ഇറാനിലെ സ്ത്രീകൾ കൂടുതൽ സ്റ്റെം ഫീൽഡിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുറവാണ്. എന്നാൽ ഇന്ത്യയിൽ നോക്കൂ, ഇന്ത്യയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുതലുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം ജോലികളാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകൾ സിംഹഭാഗവും ചെയ്യുന്നത്. ഇത്തരം ജോലികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾ പട്ടിണി സഹിക്കാൻ വയ്യാതെ ഇറങ്ങി പുറപ്പെടുന്ന ജോലികളാണ്. ഇതിലൊരു ന്യൂവാൻസ് ഉള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ 5-6 വർഷം എടുക്കുമ്പോഴാണ് ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്ത്രീകളുടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് കോവിഡാണ്. കോവിഡ് കാരണം നമ്മുടെ ഇന്ത്യയിലെ റൂറൽ ഏരിയാസിൽ ഒരുപാട് ആളുകളുടെ ജോലി പോവുകയും അല്ലെങ്കിൽ ഫാമിലി ഇൻകം കുറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ കുടുംബം പട്ടിണിയാവുന്നു എന്ന ഒരവസ്ഥ വന്നപ്പോൾ സ്ത്രീകൾ ഇങ്ങനെയുള്ള മീനിയൽ ജോബ്സിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥ. ഇതിനാണ് നമ്മൾ മുട്ടായ്പ് ന്യായം എന്ന് പറയുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണ്? ഒന്നും വേണ്ട, ഞാൻ വേറെ സ്റ്റഡിയൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതി എന്ന് എല്ലാ ആളുകളും കേട്ടിട്ടുണ്ട്. അയൽക്കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ട്രോൾ ചെയ്യുന്ന സംവിധാനത്തെക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടുണ്ട്. കുടുംബശ്രീ എന്ന് കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടുണ്ട്. സഹകരണ വകുപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? കോപ്പറേറ്റീവ് മോഡൽ, ഇന്ത്യ മികച്ചൊരു കോപ്പറേറ്റീവ് മോഡലാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ ഒത്തിരി ഉള്ളൊരു നാടാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യം കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. പിന്നെ കോവിഡിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. കോവിഡ് വന്നാലോ പട്ടിണി വന്നാലോ നമ്മളുടെ ഒരു സ്ത്രീക്ക് പണിയെടുക്കാനായിട്ട് ഗവൺമെൻറ്റിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഭർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല. തൊഴിലെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് തൊഴിൽ മറ്റേ മികച്ചതാണോ താഴെയാണോ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്ത് തൊഴിലും എടുത്തോട്ടെ, എന്ത് തൊഴിലും എടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളതാണ്. എത്ര വിദ്യാഭ്യാസം നേടിയാലും വിദ്യാഭ്യാസം നേടിയില്ലെങ്കിലും
സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനായിട്ടും തൊഴിലെടുക്കാനായിട്ടും സ്വന്തമായിട്ട് ഏൺ ചെയ്യാനായിട്ടുമുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാത്തടത്ത് നിങ്ങൾ ഈ പറയുന്ന സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ് അതിൻ്റെ ബിരുദങ്ങൾ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതേപോലെ ഇന്ത്യയിൽ വളരെ കഷ്ടമാണ് അവസ്ഥ. പട്ടിണി കാരണം ആളുകൾ ജോലി ചെയ്തു. ഞാൻ വീണ്ടും പറയുകയാണ്, പട്ടിണി കാരണം ജോലി ചെയ്യാനായിട്ടുള്ള അവസരം നിഷേധിക്കപ്പെടാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പട്ടിണി വന്നാലും മരിച്ചാലും ഭക്ഷണം ഇല്ലാത്തൊരു സാഹചര്യം വന്ന് കുട്ടികൾ കിടന്ന് കരഞ്ഞാലും സ്ത്രീക്ക് ഭർത്താവില്ലാതെ പുറത്ത് തൊഴിൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ലാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. പൊളിറ്റിക്കലി, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി സാങ്ഷൻഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇൻഫ്ലേഷൻ വരുന്നത് ഭരണകർത്താവിന്റെ പ്രശ്നമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്ത്യ ഇത്തരം സാങ്ഷൻസ് നേരിടുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യക്ക് എന്ത് സാങ്ഷൻസ് ആണുള്ളത്? സാങ്ഷൻ നേരിടാത്ത ഇന്ത്യക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും സാങ്ഷൻ നേരിടുന്ന ഒരു രാജ്യത്തിന് ഇൻഫ്ലേഷൻ നേരിടാൻ പറ്റാതിരിക്കുന്നതും ഇംപീരിയലിസത്തിന്റെ ഒരു കളിയാണ്. ഞാൻ അമേരിക്ക ലോക ഗുണ്ടയാണെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞത് മാത്രം കാര്യമില്ല. ഈ രാജ്യങ്ങൾ ഉണ്ടാവുന്ന എഫക്ട്സ് എന്താണ് എന്ന് കൂടി നമ്മൾ പഠിക്കാൻ കഴിയും. ആക്ച്വലി ഇവിടെയാണ് നമ്മൾ ഇന്ത്യയും ഇറാനെയും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കേണ്ടത്. കാരണം ഇന്ത്യ സാങ്ഷൻഡ് രാജ്യമല്ല, ഇറാൻ സാങ്ഷൻഡ് രാജ്യമാണ്. സാങ്ഷൻഡ് അല്ലാത്തൊരു രാജ്യമായി ഇന്ത്യയുടെ ഡേറ്റ എടുത്തിട്ട് ഇന്ത്യ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് വാദിക്കണമെങ്കിൽ അതിലെന്ത് അർത്ഥമാണ് ഇരിക്കുന്നത്? ഈ സാങ്ഷനും ലേബർ ഫോഴ്സിലുള്ള സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കൂടി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇംപീരിയലിസം എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സ്ത്രീകൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് IT സെക്ടറാണ്. അഗ്രികൾച്ചർ സെക്ടർ കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം സ്ത്രീകളെ ഹയർ ചെയ്യുന്നത് IT സെക്ടറാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഒരു നല്ല രീതിയിൽ ഇരിക്കുന്നത്. ഇറാനിൽ ഈ IT സെക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമേ ഇല്ല. അത് അവിടുത്തെ ഇസ്ലാമിക ഭരണത്തിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ മതവിശ്വാസികളുടെയോ കുഴപ്പമല്ല. സാങ്ഷൻസ് കാരണം IT സെക്ടറിന് ഒരു ഗ്രോത്ത് അവിടെ സാധ്യമല്ല എന്നതാണ്. അപ്പൊ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യാൻ സാധ്യതയുള്ള സർവീസ് സെക്ടറിന്റെ വലിയൊരു ഡിവിഷൻ ആയിട്ടുള്ള IT അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത തന്നെ ഈ ഇമ്പീരിയൽ ഫോഴ്സുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെം ഫീൽഡുള്ള സ്ത്രീകൾക്ക് ഈ IT സെക്ടർ ഫാർ ഫ്രം റീച്ച് ആണ്. ഇങ്ങനൊരു വാദവും വളരെയധികം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാദമാണ്. ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഉപരോധം എന്ന് പറയുന്ന ഒരു കാര്യം, ഉപരോധമാണ് പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾക്ക് മറയായിട്ട് പറയുന്നത്. IT മേഖലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ IT മേഖല ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടതെന്നാണ് ഇൻ്റർനെറ്റ് വേണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടും അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്കെതിരായിട്ടും ആളുകളുടെ സൂര്യജീവിതത്തിനെതിരായിട്ടും നാഴിക 40 വട്ടം ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്ന ഒരു രാജ്യത്ത് എങ്ങനെ IT ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ടാണ്? എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റം അലോ ചെയ്യുന്നില്ല ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. കൂട്ടായിട്ടുള്ള എല്ലാ ആളുകളുടെയും തുല്യ പ്രാധാന്യത്തോടെയുള്ള ഒരു സംവിധാനം അലോ ചെയ്യുന്നില്ല ആ ഒരു മതരാഷ്ട്രം എന്ന് പറയുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ഒരു സംഗതിയാണോ? അല്ല. ഇപ്പം നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്ന സമയത്ത് താലിബാൻ നല്ല രീതിയിൽ മത നിയമങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അവരൊരു മികച്ച പരിപാടി, മതങ്ങളുടെ പെർസ്പെക്റ്റീവിൽ മികച്ച ഒരു പരിപാടി ആവിഷ്കരിച്ചു. അങ്ങനെ നോക്കിയ സമയത്ത് പാകിസ്ഥാൻ അത്ര പോരെന്ന് അവർക്ക് തോന്നി. ഇപ്പോൾ പാകിസ്ഥാനോട് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവർ ഒരിക്കലും ഈ പറയുന്ന സംവിധാനം ഒരിക്കലും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഒരിക്കലും ഒന്നും ചെയ്യാത്ത ഒരു സംവിധാനത്തിൽ ഏത് വിധേനയാണെങ്കിലും ഇന്ന ഗ്രേ വേ ആണെങ്കിലും ഒരു അട്ടിമറി ഉണ്ടാവുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ആ ഒരു നാട്ടിലെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടാവില്ല, ആ ഒരു നാട്ടിലെ ആളുകൾ സന്തോഷിക്കാൻ വേണ്ടി വഴിയിലിറങ്ങിയത് അയാളുടെ മരണത്തിൽ. ഞാൻ പറഞ്ഞത് നമ്മൾ ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ച് റിലേറ്റബിൾ ആയിരിക്കണം ആളുകൾക്ക്. അവിടെയുള്ള ആളുകൾക്ക് പോലും നിങ്ങൾ പറയണ സംഭവം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ? നമ്മളെക്കാളും ബെറ്റർ ആണെന്ന് വരുന്ന ഇൻഡെക്സുകളൊക്കെ മോശം ഇൻഡെക്സും ഇറാൻ ഇന്ത്യക്കാളും മോശമാണെന്ന് വരുന്ന ഇൻഡെക്സുകളൊക്കെ നല്ല ഇൻഡെക്സുകളും. ഒരു പ്രത്യേകതരം നിഷ്പക്ഷതയാണിത്. ആരാണ് ഇവിടെ കമ്പാരിസൺ നടത്തി ഒരു രാജ്യമാണ് ബെറ്റർ, ഒരു രാജ്യമാണ് മോശം എന്ന ഒരു അനാലിസിസ് നടത്തുന്നത് എന്നത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇന്ത്യയിലും സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജാതി മാറി കല്യാണം കഴിച്ച സ്ത്രീകൾ ഇവിടെ കൊല്ലപ്പെടുകയാണ്. നിരന്തരം സ്ത്രീകൾ ഇവിടെ ബലാത്സംഗത്തിനിരയാവുകയാണ്. ഉയർന്ന പൊസിഷൻസിലേക്കൊന്നും വരാൻ സ്ത്രീകൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ പറ്റിയിട്ടില്ല. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നിവ നോക്കുമ്പോൾ ഇറാൻ ഇന്ത്യയെക്കാട്ടിലും ഒരുപാട് മുകളിലാണ്. ഇന്ത്യ പോലെ തന്നെ ഇറാനിലും സ്ത്രീകൾക്ക് ചില ഏരിയകളിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ചില ഏരിയകളിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഞാനാണ് ഇൻഡെക്സുകളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയെന്നുള്ളത്. ഇദ്ദേഹം ആദ്യം കുറേ ഇൻഡെക്സുകളൊക്കെ പെറുക്കി എടുത്ത് വെച്ചിട്ട് ഇറാൻ ഇന്ത്യക്കാളും മികച്ചതാണ് എന്ന് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പാകത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. സ്വാഭാവികമായിട്ടും അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ബാക്കി കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇതിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നേരത്തെ വെച്ച് പരിപാടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീരത്തില്ല എന്നുള്ളത്. ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സ്, അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഹാപ്പിനെസ് ഇൻഡെക്സിന് എതിരായിട്ടാണ് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞത്. അവിടെ താഴെയാണല്ലോ നിൽക്കുന്നത് എന്നുള്ളത് ചോദിച്ചു.
ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പോൾ ഒരു സ്വേച്ഛാധിപതിയാണെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാനായിട്ട് അയാൾക്ക് പറ്റും. ഇപ്പം നോർത്ത് കൊറിയയിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ നഗരത്തിൻ്റെ പ്രധാന വീഥികളുടെയൊക്കെ പടങ്ങൾ നമ്മളെ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വർണ്ണനകൾ നടത്തിയിട്ടുണ്ട്. മൊത്തത്തിലൊരു ആഡംബര പരിപാടിയാണ്. പക്ഷേ ഉള്ളിലേക്ക് പോകും തോറുമാണ് പ്രശ്നം മനസ്സിലാവുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു സംഗതിയാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സ് വളരെ വീക്കായിട്ട് ഭൗതിക സാഹചര്യങ്ങൾ മികച്ചു നിന്നിട്ട് എന്ത് കാര്യം എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല. ചൈൽഡ് മാരേജസ് ഇന്ത്യയിൽ ഇല്ലീഗൽ ആക്കിയിട്ടുണ്ട്, ഇറാനിൽ ലീഗലാണ്. ശരിയാണ്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, ഈ നിയമങ്ങൾ നമ്മൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? പ്രാക്ടീസ് കുറയ്ക്കാനല്ലേ, അല്ലാതെ വെറുതെ സ്റ്റിക്കർ ഒട്ടിക്കാനല്ലോ. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ തുപ്പരുത് എന്നൊരു ബോർഡ്, പക്ഷേ അവിടെ എല്ലാം ഇങ്ങനെ പാൻ വെച്ച് തുപ്പിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ബോർഡുകളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? പ്രാക്ടീസ് കുറയ്ക്കാനാണ്. ഇറാനിൽ ശൈശവ വിവാഹം നിയമവിധേയമാണ് എന്നത് കറക്റ്റാണ്. പക്ഷേ അവർക്ക് പ്രാക്ടീസ് ഓഫ് ചൈൽഡ് മാരേജ് ഇന്ത്യയെക്കാട്ടിലും കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അവരുടെ ഒരു മേന്മയാണ്, അംഗീകരിക്കുന്നത് എന്താ കുഴപ്പം? ഇന്ത്യയിൽ നിയമം കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. നിയമപരമായിട്ട് നമുക്ക് ഇത് ഇല്ലീഗലാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രാക്ടീസ് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിൽ ലീഗലി കസിൻ മാരേജ് അലൗഡ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കസിൻസിനെ മാരേജ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് പണ്ട് തൊട്ടുണ്ട്. ഇപ്പോഴും വളരെ കുറവാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ഒരു ഇമ്പീരിയൽ ഇന്റർവെൻഷൻ നടത്തുമ്പോൾ നമ്മുടെ നിഷ്പക്ഷ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും കൂടെ എടുത്തിട്ട് നമുക്ക് മറ്റു രാജ്യങ്ങളിൽ കസിൻ മാരേജ് എന്ന് പറയുന്ന ഇൻസെസ്റ്റ് ഇല്ലീഗലാണ്, പക്ഷേ ഇന്ത്യയിൽ ലീഗലാണ് എന്ന് പറഞ്ഞ് ഇവർ ഇങ്ങനെ ഒരു കഥ വിളക്കും. ഇന്ത്യയിൽ കസിൻ മാരേജസ് ലീഗലി ബാൻഡ് അല്ലെങ്കിലും ഇൻ പ്രാക്ടീസ് അത് കുറവാണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് പ്രാക്ടീസിൽ കുറയുക എന്നതാണ്. ലീഗലി ഇവിടെ പല കാര്യങ്ങളും ലീഗലും ഇല്ലീഗലും, പക്ഷേ ഇൻ പ്രാക്ടീസ് അവിടെ എന്താണ് എന്ന ഒരു മനസ്സിലാക്കലാണ് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ്. ഇതിനൊക്കെ മറുപടി കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് എനിക്ക് വളരെ കൺഫ്യൂഷൻ ഒരു കാര്യമാണ്. ബേസിക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് മാരേജും ഇൻസെസ്റ്റ് മാരേജും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മൾ ഈ കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ മിനിമം ഒരു സംഭവമായിട്ട് പറയുന്നത് എന്താണ്? ഇപ്പോഴും സൗണ്ട് മൈൻഡ് ആയിരിക്കണം, മൈനർ ആവരുത് എന്ന് പറഞ്ഞാൽ ബോധത്തോടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു കെൽപ്പുള്ള വ്യക്തിയായിരിക്കണം. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കത് പറയാനായിട്ട് പറ്റുമോ? ഓക്കെ, ഇനിയിപ്പോൾ മറ്റേ ഇൻസെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാലും മോറലി ദാറ്റ്സ് റോങ്, മെഡിക്കലിയും അതിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചൈൽഡ് മാരേജ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു പബ്ലിക് റോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. പബ്ലിക് റോങ് ആൻഡ് പ്രൈവറ്റ് റോങ് ഉണ്ട്. മറ്റേത് പ്രൈവറ്റ് റോങ് ആയിട്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, കൾച്ചറലി ആൻഡ് ട്രഡീഷണലി ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും ദാറ്റ്സ് എ പ്രൈവറ്റ് റോങ്. ചൈൽഡ് മാരേജ് ഒരു പബ്ലിക് റോങ് ആണ്, സൊസൈറ്റിയോട് ചെയ്യുന്ന ഒരു ക്രൈമാണ്. ആ ഒരു ക്രൈമിന് ഭരണകൂടം സപ്പോർട്ട് കൊടുക്കുന്നതിനെ നമുക്കിതൊക്കെ വെച്ചിട്ട് ന്യായീകരിക്കാൻ പറ്റുമോടെ? ഭരണകൂടം അനുവദിക്കുന്നുണ്ട്, എന്നിട്ട് പറയുകയാണ് പ്രാക്ടീസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്, നിയമം അവിടെ നിന്നോട്ടെ. ആ നിയമം അവിടെ വെച്ചിരിക്കുന്നത് തന്നെ പ്രാക്ടീസ് കുറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ്, ഓക്കെ എനിക്ക് പ്രാക്ടീസ് കുറഞ്ഞു വരുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല, നിയമം അനുവദിക്കുന്നുണ്ടല്ലോ, ഞാനൊരു ആ കൊച്ചിൻ്റെ പേരൻറ്റിൻ്റെ അനുമതിയോടെ ജഡ്ജിൻ്റെ അനുമതിയോടെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് നിഷേധിക്കാനായിട്ടുള്ള നിയമമില്ല. അതെന്തുകൊണ്ട് പറയുന്നില്ല? എനിക്ക് ഈ പറയുന്ന ആളുകളോട് കസിൻ മാരേജ് അലൗഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കസിൻ മാരേജ് ഇൻസെസ്റ്റിന്റെ പ്രോബ്ലം ഇന്ത്യ നേരിടുന്നുണ്ടോ? ഇല്ല. ഞാൻ സാറിന് ഇത്തരം നിഷ്പക്ഷ ഇൻഫ്ലുവൻസേഴ്സിന് ഇമ്പീരിയലിസവും ഒപ്രസീവ് റെജീമും തുല്യ ശക്തികളാണ് എന്നാണ് കരുതുന്നത്. ഞാൻ കരുതുന്നത് അതായത് ഇമ്പീരിയലിസം ഒരു ഒപ്രസീവ് റെജീമും തുല്യമായി നമ്മൾ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് എന്നാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇവരുടെ ഫിലോസഫി അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു ഒപ്രസീവ് റെജീം എന്താണ് ചെയ്യുന്നത്? നിയമങ്ങളും ബ്യൂറോക്രസിയും ചട്ടക്കൂടുകളും ഉണ്ടാക്കിയിട്ട് മനുഷ്യരെ ആ ചട്ടക്കൂടുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ചില ലിംഗത്തിൽപ്പെട്ടവരെ, ചില ജാതിയിൽപ്പെട്ടവരെ, ചില മതത്തിൽപ്പെട്ടവരെ, ചില വംശത്തിൽപ്പെട്ടവരെ, ഇവരൊക്കെ റിസോഴ്സ് ഷെയറിംഗിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയാണ് ഒരു ഒപ്രസീവ് റെജീം ചെയ്യുക. എന്നാൽ ഇമ്പീരിയലിസം ഈ ഒരു തരത്തിൽ നിൽക്കുന്ന ഓപ്പറേഷൻ അല്ല. ഇമ്പീരിയലിസം ഇസ് ഹോൾ ടുഗദർ എ ഡിഫറെന്റ് ലെവൽ ഓഫ് ഓപ്പറേഷൻ. ഇമ്പീരിയലിസം ചെയ്യുക ഈ റിസോഴ്സുകൾ തന്നെ ഇല്ലാതാക്കുക എന്നതാണ്. നിങ്ങൾ അൾട്രാ കൺസർവേറ്റീവ് സൊസൈറ്റിയിലുള്ള ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന് കരുതുക. നിങ്ങൾ നേരിടുന്ന പ്രശ്നം സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് നിങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല, ഇതായിരിക്കും നിങ്ങൾ നേരിടുന്ന പ്രശ്നം. ഇമ്പീരിയലിസം ചെയ്യുക നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കാൻ പോകാൻ താല്പര്യപ്പെട്ടത് ആ സ്കൂൾ തന്നെ ഇല്ലാതാക്കുക. നിങ്ങൾ എന്ത് എഞ്ചിനീയറിംഗ് ജോബാണോ ആഗ്രഹിച്ചത് ആ എഞ്ചിനീയറിംഗ് സെക്ടർ തന്നെ നശിപ്പിക്കുക. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 160 പെൺകുട്ടികൾ പഠിച്ച സ്കൂളിലാണ് അമേരിക്ക ആക്രമിച്ചത്. ഒരു ഒപ്രസീവ് റെജീം ചിലപ്പോൾ ഈ സ്കൂളിൽ പെണ്ണുങ്ങൾ പഠിക്കരുത് എന്നതായിരിക്കും ചിലപ്പോൾ പറയുക. എന്നാൽ ഇമ്പീരിയലിസം ഈ സ്കൂൾ തന്നെ ഇല്ലാതാക്കും. ഇപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റാൻഡ് മനസ്സിലായി. ഇവരെ പോലുള്ള ആളുകൾ അപ്രസീവ് റെജീമിനൊപ്പമാണ്. എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുന്ന സ്വേച്ഛാധിപതി സംവിധാനമുള്ള ഒരു സിസ്റ്റത്തിനൊപ്പമാണ് ഇവർ. ഓപ്പോസിറ്റ് ഒരു സാമ്രാജ്യത്വ അധിനിവേശം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനിവർ കാരണം നിരത്തുന്നതും രസകരമാണ്. അവർ പറയുന്നു ഇപ്പോൾ ഒരു ഒപ്രസീവ് റെജീം
ചിലപ്പോൾ ഒരു സ്കൂളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ള അവകാശം കൊടുക്കത്തുണ്ടായിരിക്കില്ല. പക്ഷേ ഒരു സാമ്രാജ്യത്വം സ്കൂൾ തന്നെ ഇല്ലാതാക്കും. സ്കൂളിൽ ബോംബിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അതിപ്പം മറ്റേ ഒപ്രസീവ് റെജീം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട സമയത്ത് സ്കൂളിൻ്റെ തലയിലൊക്കെ വീഴുന്നത് കണ്ടിരുന്നു. സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ. ഇപ്പോൾ തന്നെ നമ്മുടെ പാകിസ്ഥാൻ അങ്ങനെ വലിയ സാമ്രാജ്യത്വ ശക്തിയായിട്ടൊന്നും ഞാൻ പേഴ്സണലി നോക്കി കാണുന്നില്ല. ഇനിയിപ്പം അതിനും ആ ഒരു സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവരിന്നലെ മിസൈൽ വിട്ടത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. അതും അഡിക്ഷൻ ഒക്കെ നടക്കുന്ന 2000-ഓളം ബെഡുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് 400 ആളുകൾ മരിച്ചുപോയി. അതേപോലെ തന്നെ ഇറാൻ വിടുന്ന മിസൈലുകൾ ഇപ്പം ദുബായിലേക്ക് വിടുന്നുണ്ട്. എങ്ങടേക്കാണ് പോണത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് പോലും അമ്മാർക്കും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നിലവിൽ നമ്മൾ ഇരുപക്ഷത്തും കാര്യങ്ങൾ നോക്കിക്കണ്ടിട്ട് അനലൈസ് ചെയ്യും കാര്യങ്ങളെ. ഈ ലോകരാജ്യങ്ങൾ എപ്പോഴും അടിക്കാനൊരു വടിയായിട്ട് എടുക്കുന്നത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ്. അത് നടത്താതിരുന്നാൽ പോരെ? നമ്മൾ ഈ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എത്ര കാലമായി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മത അധിനിവേശത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് എന്താണ് ഭയങ്കര മടിയാണ്. സേഫായിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കത്തുള്ളൂ. ഇപ്പോൾ UK ഹലാൽ ഫുഡ് വിളമ്പുന്നില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര വിഷയവും കാര്യങ്ങളൊക്കെ. ആളുകളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുകയാണ്. ഇന്ത്യയിൽ ആ ഒരു ഭക്ഷണ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയ സമയത്ത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കി. എന്നാൽ ആ പറയുന്ന മത ആധിപത്യം വരുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ജനങ്ങളെയും അല്ലെങ്കിൽ റിസോഴ്സുകളെയും ഉപയോഗിക്കുന്ന ഒരു മതരാഷ്ട്ര സ്വപ്നത്തിന് വേണ്ടി കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കാനായിട്ട് പറ്റാത്ത എന്താണ്? അതിനെതിരെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന ആളുകളെല്ലാം മോശക്കാർ, അവരെല്ലാം സാമ്രാജ്യത്വത്തിൻ്റെ ആളുകൾ. എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന സംഗതിയാണ്. പാകിസ്ഥാൻ ഒത്തിരിയധികം തീവ്രവാദികൾക്ക് വലിയ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഒത്തിരിയധികം പോരാളികളെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്. അവർക്ക് തന്നെ നിലനിൽക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം പഠിപ്പിച്ചു വിട്ടവന്മാർ തിരിഞ്ഞു നോക്കിയ സമയത്ത് പാകിസ്ഥാനിൽ അത്രയധികം നന്നായിട്ട് മതം അനുഷ്ഠിക്കപ്പെടുന്നില്ല. നേരെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാതെ ചുമ്മാ ഒരുമാതിരി ഇപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു ഭാഗത്തിൻ്റെ വലിയ കയ്യടികൾ കിട്ടും. ഇതൊരു അജണ്ടയാണ്. ഇപ്പോൾ മീഡിയ 1 ഔട്ട് ഓഫ് ഫോക്കസിൽ ദാവൂദ് സാർ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാവുമോ? കാരണം ഇവരിങ്ങനെ ത്വാത്വികമായിട്ട് ചില കാര്യങ്ങൾ അങ്ങ് അവലോകിച്ച് കളയും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഏത് പക്ഷത്താണോ നിൽക്കുന്നത് അതിനകത്ത് മറ്റേ പാണ്ഡിതുരണ്ണൻ ദിലീപ് ഇംഗ്ലീഷ് പറയുമ്പം കൈയടിക്കുന്ന പോലെ കുറേയധികം ആളുകൾ വന്ന് കൈയടിക്കുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത ചർച്ചകളാണ് ഇതിൽ പലതും. വളരെ ഈസി ആയിട്ട് എല്ലാ ആളുകൾക്കും ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മുടെ പക്ഷത്തിന് വേണ്ടി നന്നായിട്ട് ഒന്ന് പൊതിയുക എന്നുള്ളതല്ലാതെ ഈ ലെഫ്റ്റ് ലിബറൽ ഇൻ്റലക്ച്വലുകൾക്ക് വേറെ വലിയ കാര്യമായിട്ടുള്ള പരിപാടി നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.